ഇപ്പോൾ വെസ്ബർഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് അല്ലേ. അത് ലെവൽ 7 പ്രോഗ്രാമാണ് അല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ലെവൽ 7 പ്രോഗ്രാം PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ PG ഡിപ്ലോമ ലെവൽ 7 പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ വെച്ചാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് പുറത്തൊക്കെ വാലിഡ് ആണെന്നുള്ളത്, അതായത് എല്ലാ രാജ്യത്തും അവർക്ക് പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞു, അതിൽ റിലേറ്റഡ് ജോബിനൊക്കെ ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ പുറമെ തന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ദുബായിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ ദുബായിലൊക്കെ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച അത്യാവശ്യം ഒരു നല്ലൊരു വാലിഡ് ക്വാളിഫിക്കേഷൻ, ഈ ലെവൽ 7 പോലെ ഒരു വാലിഡ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് സാലറി 8,000 10,000 ദിർഹമൊക്കെ ഒരു ആവറേജ് സാലറി മിനിമം ഉണ്ട്. അത് പക്ഷേ ദുബായിൽ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അവർക്ക് സാധാരണ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ പഠിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഒക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ പേരിന് ഒരു PG ഡിപ്ലോമ എന്നൊക്കെ ഉണ്ടാകും, പക്ഷേ അത് ലെവലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അതും കൊണ്ട് എന്ത് ചെയ്യും, അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വിസിറ്റിങ്ങിന് പോയിട്ട് ട്രൈ ചെയ്യുക ചെയ്യണം. പക്ഷേ അതിന് അപ്പം എല്ലാവർക്കും അറിയാം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതും അവർ ഒരുപാട് ആളുകൾ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിന് പകരം ഇവർ സെക്കൻഡ് പാർട്ട് ദുബായിൽ പോകുമ്പോൾ അവിടുന്ന് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ശരി നോർമലി സ്റ്റുഡൻറ്റ് ഒരു ദുബായ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ കാണുന്നത്. അതായത് അവർ ഒരു UK ക്വാളിഫിക്കേഷൻ, ഒരു ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ പഠിക്കുക, എന്നിട്ട് അത് ദുബായിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വലിയ വലിയ കമ്പനീസൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ അവരെ റിക്രൂട്ട് ചെയ്ത് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജസ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നോർമലി ഒരു ദുബായിൽ കൊടുക്കുമ്പോൾ അവരൊരു ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 lakh പോകുന്ന അല്ലെങ്കിൽ 15 lakh ഒക്കെയാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ്റെ ചാർജ്. പക്ഷേ വെസ്ബർഗ് അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് അവിടെ സെക്കൻഡ് പാർട്ട് അവിടെ ചെയ്യാം, എന്നാൽ സെയിം ഫെസിലിറ്റി, അതായത് സ്റ്റുഡൻറ്റ് വിസയൊക്കെ അവർ പോയിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു സെയിം ഫെസിലിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അതും നമ്മൾ ചെറിയൊരു അതിലൊരു 10-11% നമ്മൾ ഫീസ് ചാർജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം സ്റ്റുഡൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്കും കൂടെ കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ പുറമെ തന്നെ നമ്മളൊരു ഏജൻസി ബേസ്ഡ് തന്നെ നമ്മളും ചെയ്യുന്നത്. കാരണം നമുക്കൊരു ഇൻ്റർനാഷണൽ കോളേജും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മളതായിട്ടുള്ള ഈ ഏജൻസികളും ഉണ്ട്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ദുബായിലുണ്ട്. അപ്പോൾ ആ ദുബായിൽ ബേസ് ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ വെസ്ബർഗ് ആണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് അത് ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റും. അതിനെക്കാളും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഇന്ന് കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളത് ഒരു ക്ലിയർലി മെൻഷൻഡ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന A to Z സ്ട്രാറ്റജീസ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുട്ടികളോട് അതെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ നമ്മൾ ദുബൈയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഇന്റർനാഷണൽ കൾച്ചറും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഒരു മാർക്കറ്റും അവിടെ എന്താണ് ആവശ്യമുള്ളതെന്നും കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ മാത്രം പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ചിലപ്പോൾ അവിടെ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ധാരണ ഉണ്ടാവില്ല. അത് മാത്രമല്ല ശരിക്കും ഇവർക്ക് ഒരു ട്രെൻഡ് അറിയണം മാർക്കറ്റിന്റെ. ഇപ്പൊ അധികം ഇപ്പം ഒരുപാട് ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ബിസിനസ് വേറെ ടീമിനെ ഏൽപ്പിച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവർക്ക് വിചാരിച്ച ലെവലിൽ ഒരു ഗ്രോത്ത് വരാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിന്റെ ട്രെൻഡ് അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ മാർക്കറ്റിന്റെ ട്രെൻഡ്, മാർക്കറ്റിന്റെ പൾസ് ആ ഒരു സമയത്ത് ഏറ്റവും പിന്നെ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുന്ന ഹാഷ്ടാഗുകൾ, അപ്പൊ അതുപോലത്തെ അതിന് പറ്റിയ നല്ലൊരു ഹുക്ക് ഇടുക, ഒരു 3 second കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഒരാൾ യൂസ് ചെയ്യുന്നത് തന്നെ ജസ്റ്റ് എന്റർടൈൻമെന്റ് പർപ്പസിലാണ് സാധാരണ യൂസ് ചെയ്യാം. അപ്പൊ ഈ എന്റർടൈൻമെന്റ് പർപ്പസിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്യാപ്ഷൻ, നല്ലൊരു ഹുക്കുള്ള ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുക ഇതെന്താ സംഭവം എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ദുബായിൽ പോയിട്ട് റിക്രൂട്ട് ചെയ്യാത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ദുബായിൽ പോയിട്ടൊരു വിസിറ്റിംഗ് ചെയ്തിട്ട് അവർ റിക്രൂട്ട് ചെയ്യാത്തൊരു മെയിൻ കാരണം അവർ ഈവൺ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അവർ ഇവിടുത്തെ ഒരു കൾച്ചറായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്ത് പഠിക്കുന്നത്. അതായത് ദുബായിൽ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണെന്നോ അല്ല അവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റും കൾച്ചറൊന്നും അറിയാതെ അവർക്ക് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫോളോ ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. അപ്പം അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രോപ്പർ ലീഡും കാര്യങ്ങളൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് എന്ത് അവർ ദുബായ് സ്റ്റുഡൻസിനെ അവർ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് സെക്കൻഡ് പാർട്ട് അവിടെ പോകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ അവിടുത്തെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് അവിടെ ഒരുപാട് ഒരു ഫോറിൻ കൾച്ചർ, അതൊരു നമ്മുടെ നോളജ് വില്ലേജിലുള്ളത്.
അപ്പോൾ ഒരുപാട് പിന്നെ യൂണിവേഴ്സിറ്റീസ് എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു വലിയൊരു വില്ലേജാണത്. അപ്പം അവർക്ക് അവിടെ ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു ദുബായ് കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റിനാണ് എന്ത് വേണ്ടത്, അവർക്കൊരു ഫോറിൻ കമ്പനീസിന് അവിടെ വേണ്ടത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ കിട്ടാനാണ് അവർ നോളജ് വില്ലേജിലൊക്കെ വന്നിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോകുന്നത്. അതിന് പകരം ഇവിടുന്ന് ഒരു സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ വിസിറ്റിംഗ് വിസിറ്റിന് പോയി കഴിഞ്ഞ് അവർ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാലൊന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യില്ല. അവർക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ അത് ക്രോസ് കൾച്ചർ അഡാപ്റ്റ് ചെയ്തൊരു കുട്ടികളാണ് അവർക്ക് വേണ്ടത്. മാത്രമല്ല അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകളുണ്ടാവും, പല രാജ്യത്തു നിന്ന് ആളുകളുണ്ടാവും. ആ ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് അവർക്ക് വേണ്ടത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഇത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ് അവർക്ക് വേണ്ട കമ്പനിയിൽ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ആളുകൾ കിട്ടണമെങ്കിൽ അവർക്കറിയാം ഈ ഒരു ദുബായിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അവിടെ പഠിച്ച സ്റ്റുഡൻസിനാണ് അവർ കൂടുതലും വാല്യൂ ചെയ്യുന്നത്. പക്ഷെ അവിടെ പഠിക്കണമെങ്കിൽ ഹൈ എക്സ്പെൻസ് ആണ്. പക്ഷേ വെസ്ബർഗിൽ നമ്മളൊരു ചെറിയൊരു എക്സ്പെൻസിൽ ആ ഒരു അവർക്കൊരു സംഗതി നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്.